ഇന്ന് നമ്മൾ ഒരു ബീഫ് അച്ചാറാണ് ചെയ്യുന്നത്. കുറച്ച് ഉപ്പുപൊടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, 2 തവി മുളക് പൊടി, നല്ലപോലെ മിക്സ് ചെയ്യും. നമ്മൾ ഈ ബീഫിൻ്റെ അകത്ത് വെള്ളമൊന്നും ഒഴിക്കണ്ട, കാര്യം ഇറച്ചിക്കകത്ത് വെള്ളം ഉണ്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് അടച്ചോ. ഇറച്ചിക്കകത്ത് വെള്ളം എല്ലാം ഇതുവരെ വറ്റിയിട്ടുണ്ട്. നല്ലപോലെ തോർത്തെടുത്ത് നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയ്ക്കകത്തൊക്കെ ആണെങ്കിൽ കേടാകാതെ ഇരിക്കും. അപ്പോൾ നമുക്ക് കുറേശ്ശെ ഇട്ട് ഇങ്ങനെ വാർത്തെടുക്കും. നല്ലെണ്ണ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, കുറച്ച് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ. ഇതൊരു 1.25 കിലോ മുളക് പൊടിയുണ്ട്. അത് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കായപ്പൊടി. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ബീഫ് വറുത്തതിൻ്റെ ബാക്കി എണ്ണ ഒന്ന് തിളച്ചതിന് ശേഷം വിനാഗിരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. കുറച്ച് ദിവസം ഇരിക്കേണ്ടതാണെങ്കിൽ വിനാഗിരിയൊക്കെ ഒഴിക്കണം. കുറച്ച് ഉപ്പൊടിയും കൂടി ഇടുകയാണ്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, നമ്മളത് കാണും. നിങ്ങൾക്ക് ഇതെല്ലാം അയച്ചും തരാം.